ഹായ്. തുടക്കം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, എന്തിൻ്റെ തുടക്കം, ഏതിൻ്റെ തുടക്കം. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്കറിയാം, എല്ലാ കാര്യത്തിനും ഒരു തുടക്കം ആവശ്യമാണ്. എന്തിൻ്റെ കാര്യത്തിനാണെങ്കിലും ഏതിൻ്റെ കാര്യത്തിനാണെങ്കിലും നമുക്കൊരു തുടക്കം ആവശ്യമാണ്. ഒരു കാര്യം പറയാനായിട്ട് നമുക്കൊരാളോടൊരു കാര്യം പറയണം, അതിനൊരു തുടക്കം ആവശ്യമാണ്. ഒരു വീട്ടമ്മയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ഒരു തുടക്കം ആവശ്യമാണ്. ആദ്യം എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു എനർജി ലോ ആയിട്ടായിരിക്കാം എഴുന്നേൽക്കുന്നത്. പക്ഷേ ഒന്നൊരു സ്റ്റാർട്ടിങ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തുടക്കം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ കത്തി അങ്ങോട്ട് കയറും. അതായത് പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അതേപോലെ നമ്മൾ ആക്റ്റീവായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എപ്പോഴും വരുന്നത് ഒരു തുടക്കത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ കുറേ പാടാൻ കഴിവുണ്ടാവും, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ കഴിവുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രസംഗിക്കാൻ കഴിവുണ്ടാവും. ഇതൊക്കെ കഴിവുള്ള ആൾക്കാരുകൾ ഇഷ്ടംമാരെ ഉണ്ട്. പക്ഷേ ഇവരൊന്നും വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് അവനവന് കേൾക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരുകളുണ്ട്. ഇവർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് തുടക്കമാണ്. വൺസ് ഇവരൊന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് പോലും അറിയാൻ പറ്റില്ല. കാരണം ഇവരുടെ കയ്യിൽ നിന്നേ അത് പോയി വേറൊരു ലെവലിലേക്ക് എത്തുന്നത് പോലെ ആവും. അതായത് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറുമ്പോൾ, പാടാൻ കയറുമ്പോൾ നമുക്ക് പേടിയായിരിക്കും. ആദ്യത്തെ 1-2 സ്റ്റേജിൽ നമുക്ക് കയറാനായിട്ട് പേടിയായിരിക്കും. പക്ഷേ നമ്മൾ നിരന്തരം അത് ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ പേടി മാറിക്കിട്ടും. അതാണ് അപ്പോൾ അവിടുത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മൾ തന്നെ അത് മാറ്റിയെടുക്കണം. കാരണം വേറെ ആരും വിചാരിച്ചാലും അത് സാധിക്കില്ല. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പുറമേ നിന്ന്. ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ പാരൻസോ നമ്മളുടെ ഫ്രണ്ട്സോ ചിലരുണ്ട്. നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറകെ നിന്ന് ഇങ്ങനെ ഉന്തിക്കൊണ്ടേയിരിക്കും ചെയ്യാനായിട്ട്. കാരണം അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ അവർ തിരിച്ചറിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം പറഞ്ഞ് ഒരു ദിവസം ചിലപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവർക്ക് ആ പേടി അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ അതിനും ആ ഒരു തുടക്കം ആവശ്യമാണ്, ഇല്ലേ? അപ്പോൾ ആ തുടക്കത്തിന് നമ്മൾ ഇറങ്ങിയേ പറ്റുള്ളൂ. എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും നമുക്കൊരു തുടക്കം നമ്മൾ സ്വയം ആർജിച്ച് നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് നമ്മളതിനകത്തോട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ. അങ്ങനെ ഇറങ്ങിയാൽ മാത്രമേ നമുക്കതിൻ്റെ തുടക്കം കിട്ടുള്ളൂ. നമ്മൾ ഈ പേടിച്ചിട്ട് നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം ഒന്നും തുടങ്ങില്ല, നമ്മളത് ചെയ്യുകയുമില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു തുടക്കം. ആ തുടക്കത്തിന് പേടി എന്നുള്ളൊരു സംഭവമാണ് വരുന്നതെങ്കിൽ നമ്മൾ കംഫർട്ടായ ഒരാളോട് പറയുമ്പോൾ അവർ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ അച്ഛൻ മോക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും മോക്ക് അത് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടും. അപ്പോൾ അവർ അതിനകത്ത് ഇറങ്ങിത്തിരിക്കും. പക്ഷേ ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് എല്ലാവരുടെയും വിഷയം. ആ ഒരു വിഷയം എല്ലാവരും അത് ഓവർകം ചെയ്ത് വരണം. അത് ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനും ഏതിനും ഇനിയിപ്പോൾ ഒരുപാട് പേർക്ക് കുറേ കഴിവുകളുണ്ടാവും, ഒരുപാട് പേർക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പേടി, ഒരു ധൈര്യക്കുറവ് അതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം, അല്ലെങ്കിൽ നമ്മളതിന് മുന്നിട്ടിറങ്ങാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ ഫ്ലോപ്പ് ആവണമെങ്കിൽ ഫ്ലോപ്പ് ആവട്ടെ, അല്ലെങ്കിൽ നന്നായി പോകണമെങ്കിൽ നന്നായി പോട്ടെ. നമ്മൾ അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു സ്റ്റെപ്പിംഗ് സോൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വലതുകാലം അങ്ങോട്ട് എടുത്ത് വയ്ക്കുക. അതെടുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാവും. അപ്പോൾ ഇനിയും
ഓരോ കാര്യങ്ങളും മുമ്പോട്ട് വയ്ക്കാനായിട്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം ഇത് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരെല്ലാം ഈ ഒരു മുന്നോട്ടുള്ളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം.